പാലക്കാട് ഇരട്ടക്കുളം ഗോപാലപുരം അന്തർ സംസ്ഥാന പാതയിൽ ഒരു വർഷത്തിനിടെ 4 പേർക്ക് ജീവൻ നഷ്ടമായി. അന്തർ സംസ്ഥാന പാതയിലുള്ള യാത്ര ദുഷ്കരമെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഇന്നലെ റോഡിലെ കുഴിയിൽ വീണ് ഒരു സ്കൂട്ടർ യാത്രികൻ ജയന്ത് മാർട്ടിനും ജീവൻ നഷ്ടമായി. സൂരജ് സജി തത്സമയം ചേരുകയാണ് പാലക്കാട് നിന്ന്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സൂരജ് സജി. നമ്മൾ കാണുന്നത് അന്തർ സംസ്ഥാന പാതയാണ്. പാലക്കാടിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പാലക്കാട് പൊള്ളാച്ചി പാതയാണ്. ഈ പാതയിലെ കുഴിയിൽ വീണ് കൊഴിഞ്ഞാമ്പാറയിലെ ഈ കാണുന്ന കുഴിയിൽ വീണാണ് ഇന്നലെ ഒരു വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമായത്. ഇവർ ഇതിലൂടെ എതിർ ട്രാക്കിലൂടെ പോവുകയായിരുന്ന ഒരു ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നു. ആ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ കുഴിയിൽ വീണ ഈ ബൈക്ക് നേരെ ഈ റോഡിന് എതിർവശത്തുള്ള ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെ ഈ ജയന്തി ഈ ലോറിക്കടിയിൽപ്പെട്ട് അതിൻ്റെ പിൻചക്രത്തിനിടയിൽ ചതഞ്ഞരഞ്ഞ് കുരുങ്ങിയ നിലയിലായിരുന്നു ഈ ജയന്തി ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇവിടെ ഈ 12 കിലോമീറ്റർ ദൂരം അത് യാത്ര വളരെ ദുഷ്കരമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വർഷത്തിനിടയിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. പക്ഷേ അപ്പോഴും അധികൃതരുടെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് പല സമരങ്ങൾ കണ്ട ഒരു മേഖലയാണിത്. പക്ഷെ സമരങ്ങൾ കാണുന്ന സമയത്ത് ഇതുപോലെയുള്ള കുഴികൾ താൽക്കാലികമായി ടാറിട്ടടയ്ക്കും. പക്ഷെ പൂർണ്ണമായും ടാർ ചെയ്യാത്തത് കൊണ്ട് തന്നെ തുടർച്ചയായി ഈ മേഖലയിൽ കുഴികൾ രൂപപ്പെടുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഭാരവാഹികളാണ്. ഇവരെ സംബന്ധിച്ച് കടുത്ത പ്രതിഷേധമുണ്ട്. അതായത് ഇന്ന് ഈ റോഡ് ഉപരോധിച്ചുള്ള ഒരു സമരത്തിലേക്ക് പോവുകയാണ്. അതെ, 10 മണിക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് റോഡ് ഉപരോധത്തിലുള്ള സമരത്തിന് പോവുകയാണ്. അതായത് ഇത് ഞങ്ങൾ റെഗുലറായി ചെയ്യുന്ന, അതായത് 4 വർഷമായി നമ്മളിത് ഒരു നമ്മുടെ സംഘടന മൊത്തം ടീമായിട്ട് തന്നെ ഇവിടെ ഒരു സമരപരിപാടി നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. ഇതുവരെയ്ക്കും അനധികൃത ഓഫീസ് ഭാരവാഹികൾ ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല. അതായത് ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഈ സമരം ചെയ്ത് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കുഴികൾ നാട്ടുകാർ തന്നെ അടയ്ക്കുകയും നമ്മൾ തന്നെ എല്ലാം ഇടപെട്ട് അടയ്ക്കുകയും അതുപോലെ ഈ സമരത്തിന് മുന്നോട്ട് നിന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. ഈ പോലീസ് സ്റ്റേഷനാകട്ടെ, നമ്മുടെ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ ഇതിനു മുമ്പുള്ള SI എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം നല്ല ഒരു സപ്പോർട്ടൊക്കെ ചെയ്തു. എന്നിട്ടും ഇപ്പോൾ PWD ഓഫീസിൽ പോയി ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്കല്ല ഈ റോഡ് കിഫ്ബിക്കാണെന്ന് പറയുന്നത്. കിഫ്ബി വിളിച്ച് ചോദിച്ചാൽ AEയുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ മെയിൻ്റനൻസ് പണി ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പറയുന്നത്. ഇതുപോലെയുള്ള സകലമായ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പം 4 പേര് 5 പേര് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഈ മരണത്തിന് ഉത്തരവാദി ഗവൺമെൻറ്റും അതല്ല PWD അധികൃതരും അതേപോലെ കിഫ്ബിയുടെ അധികൃതരുമാണെന്ന് മാറണം. എന്നാലേ ഇതിന് നമുക്കൊരു ശാശ്വത പരിഹാരം കിട്ടൂ. ഇതുവരെയ്ക്കും ഒരു പരിപാടിയും ഒരു സപ്പോർട്ടും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്താകട്ടെ PWD ആകട്ടെ ഇതുവരെയ്ക്കും ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല. ഇത് തന്നെയാണ്. അതായത് ചേട്ടാ, തുടർച്ചയായി അപകടം ഉണ്ടാകുന്നുണ്ടല്ലേ? അതായത് ഇന്നലെ മാത്രം 3 വാഹനാപകടങ്ങൾ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് അവർ വളരെ കടുത്ത പ്രതിഷേധത്തിലാണുള്ളത്. ശക്തമായ സമരപരിപാടികളിലേക്ക് അടക്കം പോകാനുള്ള ആലോചനയിലാണ് നാട്ടുകാരുള്ളത്. ഓക്കെ, താങ്ക് യു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുകയാണ്. ഇന്നലെ ഒരു സ്കൂട്ടർ യാത്രികൻ ഈ കൊഴിഞ്ഞാമ്പാറയിൽ മരിച്ചു എന്നാണ് വിവരം. 3 അപകടങ്ങൾ ഉണ്ടായി. എന്തായാലും ഇതിൽ അധികൃതരുടെ ശ്രദ്ധ പതിഞ്ഞു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു.